എന്താ മിസ്സായി എങ്ങനെ നോക്കണം കേട്ടോ ഇവിടെ. ഓക്കേടാ, നമുക്ക് പ്രാക്ടിക്കൽ പ്രോബ്ലം ഏത് ചെയ്യാം? 38 ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കും എല്ലാവരും. എ മാനുഫാക്ചറിങ് കൺസേൺ വിച്ച് ഹാസ് അഡോപ്റ്റഡ് എ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഫർണിഷ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ആദ്യം സ്റ്റാൻഡേർഡിൻ്റെ ഇൻഫർമേഷൻ തന്നു. എന്താ? മെറ്റീരിയൽ 70 കിലോഗ്രാം ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. അങ്ങനെ പറഞ്ഞാൽ 70 കിലോഗ്രാം ഫിനിഷ്ഡ് ഗുഡ്സ് കിട്ടണമെങ്കിൽ എത്ര ഇൻപുട്ട് ഇടണം? 100 കിലോഗ്രാം ഇൻപുട്ട് ഇടണം. ഓക്കെ. പിന്നെ പ്രൈസ് വന്നിട്ടുണ്ട്. ദിസ് ഈസ് വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് പ്രൈസ്. പിന്നെ ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ്? 210,000 കിലോഗ്രാം. ശ്രദ്ധിക്കണം, നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, റോ മെറ്റീരിയൽ വാരിയൻസ് കാണുമ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിനെല്ലാം നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതാ? റോ മെറ്റീരിയൽ. ഏതാ? റോ മെറ്റീരിയൽ. ഓക്കെ അല്ലേ? പക്ഷെ ഫിനിഷ്ഡ് ഗുഡ്സ് വേണ്ടി വരും നമുക്ക് എന്ത് ചെയ്യാൻ? റോ മെറ്റീരിയൽ എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് വേണ്ടി വരും? ഫിനിഷ്ഡ് ഗുഡ്സ് വേണ്ടി വരും. ക്ലിയർ ആണോ? ഓക്കെ. നമുക്ക് ഇപ്പോൾ ഫാൻ ഉണ്ടാക്കുമ്പോൾ അതിന് ഉപയോഗിച്ച സ്റ്റീലിൻ്റെ ക്വാണ്ടിറ്റിയാണ് അറിയേണ്ടത്. ടേബിൾ ഉണ്ടാക്കുമ്പോൾ അതിന് ഉപയോഗിച്ച വുഡിൻ്റെ ക്വാണ്ടിറ്റിയാണ്, അല്ലാതെ ടേബിളല്ല എന്ന് മനസ്സിലാക്കുക. മെറ്റീരിയൽ എത്ര യൂസ് ചെയ്തിട്ടുണ്ട്? 2,80,000. ദിസ് ഈസ് വാട്ട് ഈസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എത്ര വരുന്നത്? 2,52,000. ഇതെന്താ? ആക്ച്വൽ ക്വാണ്ടിറ്റിയെ ആക്ച്വൽ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന നമ്പർ 1 ആണ് ഇത്, 2,52,000. അപ്പോൾ നിങ്ങൾ ഇനി കഷ്ടപ്പെട്ട് എന്ത് ചെയ്യണ്ട? മൾട്ടിപ്ലൈ ചെയ്യണ്ട, ഡയറക്റ്റ് എടുത്താൽ. തെറ്റിപ്പോയാ? 1 അല്ല, ഏതാണ്? 2. നമുക്ക് ചിലപ്പോൾ തെറ്റ് വരും, അപ്പോൾ ശ്രദ്ധിക്കണം. 1 അല്ല, 2 ആണ്. അടുത്ത് സ്റ്റെപ്പ് 1 എന്താ? പറയൂ. കമ്പ്യൂട്ടേഷൻ ടേബിൾ അല്ലേ? ഏതൊക്കെയാണ്? 1, 2, 3 പറയും. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്, ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്, ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. ഇതിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ആരെ കാണണം? സ്റ്റാൻഡേർഡ്. അപ്പോൾ വർക്കിംഗ് നോട്ട് നമ്പർ 1 ഏത് ചാമ്പാം? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ഏതാണ്? ആക്ച്വൽ ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ എടുക്കാം. നിങ്ങൾ ഇൻപുട്ട് എത്ര ഇട്ടു? 100 ഇട്ടാൽ ഔട്ട്പുട്ട് എത്ര വരുമെന്നാണ് പറയുന്നത്? 70. 30 യൂണിറ്റോളം നഷ്ടം വരും, അല്ലെങ്കിൽ 30% നഷ്ടം വരും എന്നൊക്കെ പറയാം. നമ്മുടെ ഇവിടുത്തെ ഔട്ട്പുട്ട് എത്ര? നിങ്ങൾ എത്രയാണ് ഇവിടെ ആക്ച്വൽ ഔട്ട്പുട്ട് ഉണ്ടായിട്ടുള്ളത്? 2,00,000. അപ്പോൾ ഈ 2,10,000 നിങ്ങൾ എത്ര ഇൻപുട്ട് ഇടണമായിരുന്നു? 2,10,000 ഡിവൈഡഡ് ബൈ 70 × 100. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പലപ്പോഴും ചെയ്തതാണ്. ഓക്കെ അല്ലേ? പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറക്കുന്നതുകൊണ്ട് മനസ്സിലാകാൻ വേണ്ടി ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു? പറയും. എത്ര എമൗണ്ട് വരുന്നത്? 3 lakh. ദിസ് ഈസ് വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. കിട്ടി അല്ലേ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്ര കിട്ടി? പിന്നെ മീനിങ് എന്താ? 3 ലക്ഷം സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇട്ടാൽ നിങ്ങൾക്ക് എത്ര യൂണിറ്റ് ഔട്ട്പുട്ട് വരും? 2,10,000. പക്ഷെ സത്യത്തിൽ 3 ലക്ഷം യൂണിറ്റ് ഇട്ടിട്ടുണ്ടാ? ഇല്ലല്ലോ. എത്ര ഇട്ടിട്ടുള്ളത്? 2,00,000 മെറ്റീരിയൽ യൂസ് ചെയ്തത് മക്കളെ 2,10,000 ഔട്ട്പുട്ടാ. ഇൻപുട്ടിനെ കുറിച്ചാണ് ഡിസ്കഷൻ. ഇൻപുട്ട് എത്ര വേണ്ടി വരാം? 2,80,000. ഓക്കെ അല്ലേ? അപ്പം ഇനി അപ്ലൈ ചെയ്തൂടെ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്ര? 3 ലക്ഷം ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് 1 ആണ്. എത്ര തന്നെ വരും? 3 ലക്ഷം തന്നെ വരും. ആക്ച്വൽ ക്വാണ്ടിറ്റിയും ആക്ച്വൽ പ്രൈസൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യേണ്ട? കഷ്ടപ്പെടേണ്ട. 2,52,000 എഴുതിയാൽ മതി. ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര ഉള്ളത്? 2,80,000 ഉള്ളത്. സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണ്? 1 ആണ്. അപ്പോൾ എത്ര വരും? 2,80,000. ഓക്കെ അല്ലേ? സ്റ്റെപ്പ് ഏതാ? 2 പറയും. മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് 1 - 2 എത്ര വരും? 48,000. ഏതാ? 1 ഫേവറബിൾ. ദെൻ അടുത്ത മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് ഏതാ? 3 - 2 എത്ര? 28,000. ഏതാ? ഫേവറബിൾ. അടുത്ത മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് 1 - 3 എത്ര വരും? ഓക്കെ, ഫേവറബിൾ ആണ് അല്ലേ? ചെക്ക് ചെയ്യാം. പ്രൈസ് വാരിയൻസ് 28,000 ഫേവറബിളും 20,000 ഫേവറബിളും. അങ്ങനെ ടോട്ടൽ എത്ര? 48,000. ഇതൊക്കെ ഞാൻ ഈ ചെക്ക് ചെയ്യണമൊക്കെ പറഞ്ഞിട്ടും എന്ത് ചെയ്യുന്നില്ല? പലരും എന്ത് ചെയ്യില്ല, അങ്ങനെ നേരൊക്കെ എഴുതി വെക്കുന്നത്. ഓക്കെ അല്ലേ? കുഴപ്പമില്ല. ഞങ്ങൾക്ക് എക്സാമിന് എന്ത് ചെയ്തോളൂ?